നമ്മുടെ ലേൺവൈസിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0 ലേൺ ഡിസ്കവർ അച്ചീവ്ന്റെ ഫൈനൽ സെഷനിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. നമ്മൾ ലാസ്റ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 9 സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തല്ലേ. ഇത് നമ്മുടെ 10th സെഷൻ ആണ് വരുന്നത്. സോ നമുക്ക് കഴിഞ്ഞു പോയ ഒരു 9 സെഷൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്രീഫ് ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് സെഷനിലുണ്ടായിരുന്നു സേ ഹലോ ടു എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ ഒക്കെ പരിചയപ്പെട്ടു. അവിടെ നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഒരു കൂളായ ഒരു സെഷൻ ആണ് അല്ലെ. അത് കഴിഞ്ഞിട്ട് വന്ന സെഷൻ എന്ന് പറയുമ്പോൾ വർക്ക് വിത്ത് ഇഗ്നോ ആണ്. അവിടെ നിങ്ങൾ ഇഗ്നോ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു. അതേപോലെ തന്നെ എക്സാം റിലേറ്റഡ് കാര്യങ്ങൾ, അസൈൻമെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ, ദെൻ നിങ്ങൾക്ക് ഇങ്ങനെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ വളരെ വ്യക്തമായിട്ട് റെയ്സ് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോ ത്രൂ ചെയ്തത് സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷൻ ആണ്. അവിടെ MSW ആണെന്നുണ്ടെങ്കിലും BSW ആണെന്നുണ്ടെങ്കിലും ബോത്ത് ഡിപ്പാർട്ട്മെന്റിലും നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട സബ്ജക്റ്റുകൾ, ഫീൽഡ് വർക്ക് ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയത് അല്ലെ. അപ്പൊ അതായിരുന്നു നമ്മുടെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷൻ. അടുത്തത് വോക്ക് ത്രൂ ലേൺ വൈസ് എന്ന് പറയുന്ന സെഷൻ ആയിരുന്നു. അതിൽ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ആപ്പിലുള്ള ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയാസും കാര്യങ്ങളും, ഇതൊക്കെയായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു സെഷനിൽ കവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 5th സെഷൻ വന്നത് എൻമാസ് എന്ന് പറയുന്ന സെഷൻ ആയിരുന്നു. അതിൽ നിങ്ങൾ എങ്ങനെ മെന്റർഷിപ്പ് യൂട്ടിലൈസ് ചെയ്യണം, മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതേപോലെ തന്നെ നമ്മുടെ മെന്റർഷിപ്പിലുള്ള കുറെ ഫാക്കൽറ്റീസിനെ മെന്റേഴ്സിനെ ഒക്കെ നമ്മൾ ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 6th സെഷൻ എന്ന് പറയുന്നത് അലൂമിനി മീറ്റ് ആയിരുന്നു. നമ്മുടെ ലേൺ വൈസിൽ നിന്നും പാസ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ അലൂമീസിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി, അവരുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി അല്ലെ. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന സെഷൻ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ലേൺ വൈസിൽ അക്കാഡമിക്കിന് പുറമെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ ആണ് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ ഇമ്പോർട്ടന്റ് ആണല്ലോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി, സ്ട്രെസ്, നിങ്ങൾ സ്റ്റക്ക് ആയി പോകുന്ന പല പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അല്ലേ. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കണമെന്ന് തോന്നും. സോ അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളായിരുന്നു 7th സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ കമ്മിങ് ടു 8th സെഷൻ വിച്ച് ഈസ് റോഡ് ടു സക്സസ്, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആയിരുന്നു നമുക്ക് 8th സെഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ പറയുന്ന സെക്കൻഡ് ലാസ്റ്റ് സെഷൻ EEP ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആയിരുന്നു. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചർ ആണ് EEP എന്ന് പറയുന്നത്. സോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമുക്ക് ലാസ്റ്റ് ഈ 9th സെഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി നമ്മളുടെ സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറയുന്ന സെഷനിലാണ് നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത്. സോ ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, നമ്മൾ ഏതൊരു കാര്യവും നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നമ്മുടെ MSW ആയാലും BSW ആയാലും നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്ത് തരുന്ന ഒരു സെഷൻ ആണ് മെയിൻ ആയിട്ടും സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നമ്മൾ ഈ പറയുന്ന നിങ്ങളുടെ ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു അറ്റൻഡൻസ് മാർക്ക് ഒക്കെ വെച്ചിട്ടും, അതേപോലെ തന്നെ നിങ്ങൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്ന ആക്ഷൻ ടാസ്കിന്റെ ബേസിസിലൊക്കെ നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സിനെ BSW-ൽ നിന്നും MSW-ൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു റിവീലും കൂടെ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് പതിയെ പതിയെ പറയാം. സോ എന്റെ പേര് ഫാത്തിമ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. ആൻഡ് എന്റെ കൂടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ദുർഗ മാമും അശ്വതി മാമും ഉണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ജയ്ഷ മാമും ഉണ്ട്. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ദുർഗ മാമിനെ വിളിക്കുകയാണ്. ഓവർ ടു യു മാം. താങ്ക് യു ഫാത്തിമ മാം. വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നമ്മളെല്ലാവരും മാം പറഞ്ഞ പോലെ ഒരു ഫൈനൽ സെഷനിൽ എത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നാളെ മുതൽ നല്ലൊരു രീതിക്ക് നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റ് വിഷസ് അറിയിക്കാനായിട്ട് ഞങ്ങളെ പോലെ തന്നെ നമ്മുടെ ലേൺ വൈസിന്റെ കോർ ടീമും നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. എത്താൻ പറ്റാത്തവരുടേതൊക്കെ ആയിട്ടുള്ള വിഷസ് നിങ്ങളോട് അറിയിക്കാനായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ CEO ആയിട്ടുള്ള റഹീസ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ, അക്കാദമിക് കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറ്, നമ്മുടെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടുള്ള ലിൻസി മാം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആദില മാം, എല്ലാവരും ഇവിടെ നിങ്ങൾക്ക് വിഷസ് അറിയിക്കാനായിട്ട് അവരുടെ പ്രസൻസ് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് സംസാരിക്കാതെ തന്നെ അവരുടെ ടൈം ടേബിൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് അശോക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ മാം. ഓവർ ടു യു അശോക് സർ.
താങ്ക് യു ദുർഗ മാം. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ അല്ലേ ഞാൻ? ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഫാത്തിമ മാം നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ഓറിയന്റേഷന്റെ 10th സെഷനാണ്. 9 സെഷൻസ് എന്തൊക്കെ ആയിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഏതൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ എയിം ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തോട് കൂടിയായിരിക്കും എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റഡീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങളോട് ഫാത്തിമ മാം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ ആണ്, സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. നമ്മൾ പണ്ടൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ടീം എന്തായിരുന്നു, ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആദ്യം ആ ഒരു ടൈം ടേബിൾ തരും, വീക്ക്ലി ടൈം ടേബിൾ നമുക്ക് തരും. ആദ്യത്തെ പരിപാടി അതായിരുന്നു. സോ ഇവിടെ ലേൺ വൈസ് നിങ്ങൾക്ക് നിങ്ങൾ ആപ്പ് പർച്ചേസ് അല്ലെങ്കിൽ സ്റ്റോർ പർച്ചേസ് എന്ന് വെച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിൽ കാണിച്ചോ ആ ഒരു രീതിയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ലേണേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊരു ടൈം ടേബിൾ വെച്ച് നിങ്ങൾക്ക് തരുവാണ്. നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നവരെ, നിങ്ങൾ ഈ ഇഗ്നോ ജേർണി അല്ലെങ്കിൽ ലേൺ വൈസ് ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിങ്ങളുടെ കൂടെ ഒരു ടൈം ടേബിൾ വെച്ച് നമ്മൾ ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒത്തിരി പറഞ്ഞാൽ നമുക്ക് തെളിയിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ആ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാം ആദ്യമായിട്ട് വിത്ത് ഓൾ യുവർ പെർമിഷൻ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. കാണാൻ പറ്റും. അപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് നമ്മളെ സോഷ്യോളജിയിലെ സോഷ്യൽ വർക്കിലെ എന്താ പറയുക BFSW ഉണ്ട്, അതുപോലെ MSW ബോത്ത് ലേണേഴ്സ്, നമുക്ക് രണ്ട് ഇതിലുള്ള ലേണേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മുടെ UG ലേണേഴ്സിന്റെ ടൈം ടേബിൾ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് 6 പേപ്പറാണ് പഠിക്കാൻ, മെയിൻ ആയിട്ട് എന്നല്ല 6 പേപ്പറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു 1 ഇയർ ആണ്, ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള കോഴ്സാണ്. അപ്പൊ നിങ്ങൾ ജൂലൈയിൽ നിങ്ങൾ ഇവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ജൂണിൽ ഇതിന്റെ എക്സാം വരും. നമ്മുടെ ബാക്കി നമ്മൾ യൂണിവേഴ്സിറ്റീസ് പോലെ ഒന്നല്ല, ഇഗ്നോ കറക്റ്റ് ആയിട്ട് ആ പറഞ്ഞ ടൈമിൽ എക്സാം നടത്തുന്ന ആളാണ്. ഇപ്പൊ ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്തുള്ള ലേണർ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഡിസംബറിൽ എക്സാം വരും. ജൂലൈയിൽ എടുത്തുള്ള ലേണർ ആണെങ്കിൽ നെക്സ്റ്റ് ജൂണിൽ അവർക്ക് എന്തായിരിക്കും എക്സാം വരും. ഡിസംബർ 1 അല്ലെങ്കിൽ ജൂൺ 1 എക്സാം കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇഗ്നോയുടെ പ്രത്യേകത. നിങ്ങളെ എക്സാംസ് അന്ന് തുടങ്ങുന്നല്ല, ഇഗ്നോയുടെ എക്സാംസ് അന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ജൂൺ 1 അല്ലെങ്കിൽ ജൂലൈ 10 ഇടയിലായിരിക്കും നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഇതിന്റെ എക്സാംസ് വരും. അപ്പൊ 6 പേപ്പറാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ, ഞാൻ UG ലേണേഴ്സിനെ കുറിച്ചാട്ടോ പറയണേ, 6 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 6 പേപ്പർ നമ്മുടെ ടൈം ടേബിളിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് ഓഗസ്റ്റ് ടു ഡിസംബർ എന്നും അടുത്തത് നെക്സ്റ്റ് ജാനുവരി ടു ജൂൺ എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഈ ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് ഫ്രെയിമിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ്, അതുപോലെ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ്, ആൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞ വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലിപ്പോ നിങ്ങളുടെ ടൈം ടേബിളിൽ 2 പേപ്പറാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഇഗ്നോയുടെ 4 ഇയർ കോഴ്സിൽ ജൂലൈ പകുതിയൊക്കെ ആകുമ്പോഴാണ് അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇഗ്നോ റിലീസ് ചെയ്ത് നമ്മൾ അതിന്റെ റെക്കോർഡിംഗ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ നിങ്ങൾക്ക് അത് ആ ടൈം ആകുമ്പോഴത്തേക്ക് അതിന്റെ വരും. അതുകൊണ്ടാണ് ടൈം ടേബിൾ അത് ഇൻക്ലൂഡ് ചെയ്യാറ്. ഇപ്പൊ റീസെന്റ് ഫസ്റ്റ് ഇഗ്നോ സ്റ്റാർട്ട് ചെയ്യാനാണ് ഈ വാല്യൂ എഡ്യൂക്കേഷൻ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, നിങ്ങളെ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസിന്റെ നിങ്ങൾ 5th ഓഗസ്റ്റ് മൺഡേ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഈ പഠിത്തത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂ BSW 120 നിങ്ങളുടെ കോർ പേപ്പറാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾ കാണും. ഇവിടെ ലെസൺ ടൈം 10:30 AM എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ലെസൺ ടൈം 10:30 AM എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാണുന്ന നല്ല ഉദ്ദേശം നിങ്ങൾക്ക് ഇപ്പൊ വീട്ടിൽ വേറെ നമ്മൾ ഈ ഒരു ഫുള്ളി ഡിവോട്ടഡ് ടു സ്റ്റഡീസ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ആ ടൈം ഫോളോ ചെയ്യാം. അതല്ല നിങ്ങൾ കുറെ ബിസി ആയിട്ടുള്ള ആൾക്കാരായിട്ട് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹൗസ് ഹോൾഡ് ആയിട്ട് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതിന് 5-ാം തീയതി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നെങ്കിലും ആ ഒരു ലെസൺ കണ്ടിരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കാണും, 6-ാം തീയതി നിങ്ങൾ ലെസൺ 1 കാണും, 7-ാം തീയതി ലെസൺ 2 കാണും, അങ്ങനെ 12-ാം തീയതി ലെസൺ 6 കണ്ട് 6 ലെസൺസ് ആണ് ബ്ലോക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി ഒരു ലെസൺ മാത്രം കണ്ടാൽ മതിയോ? പോരാ, അതിന്റെ കൂടെ അതിന്റെ SLMs ഉണ്ടായിരിക്കും. ലെസൺ 1 SLM നിങ്ങൾ വായിക്കണം. ലെസൺ 1 വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം വേണ്ടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഈ നിർബന്ധമായിട്ട് SLMും വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം വേണ്ടി നിങ്ങൾ വായിക്കണം. ഇനി അതിനുശേഷം 6 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം നമ്മളിവിടെ ലൈവ് സെഷൻസ് ഉണ്ട്. ഈ ലൈവ് സെഷൻസ് വെച്ചാൽ എന്താ, ഈ ലൈവ് സെഷന്റെ സമയത്ത് ഇതുപോലെ നിങ്ങളെ ഫാത്തിമ മാം, നിങ്ങൾ ഫാത്തിമ മാം ആണ്, ഫാത്തിമ മാം തലേ ദിവസം നിങ്ങൾ നാളെ ലൈവ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലൈവിന്റെ മുന്നേ ഈ ബ്ലോക്ക് 1-ലെ എല്ലാ ലെസൺസും നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. എല്ലാ SLMs നിങ്ങൾ വായിച്ചിരിക്കണം. എല്ലാ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു ബ്ലോക്കിൽ വരുന്ന ഡൗട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഈ ഒരു ലൈവ് സെഷൻ വരുന്ന സമയത്ത് ഫാത്തിമ മാം ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് മെന്റർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയാ
ഫാക്കൽറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ ഈ ഒരു ബ്ലോക്കിലെ സമ്മറി എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം അത് ക്ലിയർ ചെയ്ത് തരും. അതിനുശേഷം ഈ ഒരു ബ്ലോക്കിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ തരും. അതിനാണ് ഈ 2 ദിവസം. ഇവിടെ കഴിഞ്ഞ സാറ്റർഡേ കഴിഞ്ഞ സൺഡേ ക്ലാസ് ഇല്ല, മൺഡേ. അപ്പൊ എന്താ ഒരു ദിവസം ബ്ലോക്ക് 1 ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത ദിവസം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലെസൺസ് ഒന്നും കൂടി കാണണം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് റീവാച്ച് ചെയ്യാനുള്ള ഒക്കെ സമയമാണ് ഈ 2 ദിവസം. അതിന്റെ കൂടെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ലെസൺ 7 വെച്ച് അടുത്ത ദിവസം നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യും. ലെസൺ 8 കഴിഞ്ഞ് ലെസൺ 14 നമുക്ക് ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്യും. എഗെയിൻ ആയിട്ട് ലൈവ് സെഷൻ വരും. 2 ബ്ലോക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് ഒരേ സബ്ജക്ട്, നമ്മൾ സ്കൂളിലാണെങ്കിൽ എന്നും ഒരേ സബ്ജക്ട് അങ്ങനെയല്ലോ പഠിക്കുക. സോ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ 6 ബ്ലോക്ക് കഴിഞ്ഞ് 6 ലെസൺ കഴിഞ്ഞ ബ്ലോക്ക് 1 സെയിം പാറ്റേൺ, വാല്യൂ ആഡഡ് നോട്ട്സ് കാണണം, എക്സാം പീഡിയ കാണണം, എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു മോഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇതിന്റെ 3 ബ്ലോക്ക് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് വാല്യൂസിന്റെ അടുത്ത 2 ബ്ലോക്ക് 3 ബ്ലോക്ക് 4 കംപ്ലീറ്റ് ചെയ്യും. സോ ബൈ ഒക്ടോബർ 23 ആകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു 2 സബ്ജക്ട്, നമുക്ക് 6 സബ്ജക്ട് ആണ് പഠിക്കാനുള്ളത് മൊത്തമായിട്ട്. 2 സബ്ജക്റ്റിന്റെ എല്ലാ രീതിയിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എല്ലാ രീതിയിലും എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ അതിന്റെ SLMs വായിച്ചിട്ടുണ്ടായിരിക്കും, വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം പീഡിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ കൂടെ അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും, ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് അതിന്റെ സമ്മറി നമ്മൾ കഴിയും. ആൻഡ് അഗെയിൻ നമ്മൾ ഒക്ടോബർ 23 ഒക്ടോബർ 24 മുതൽ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ എഡ്യൂക്കേഷന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതൊരു ഒക്ടോബർ 23 മുതൽ നവംബർ പകുതി, നവംബർ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മൾ അത് ആ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ പറഞ്ഞ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഇതിന് ശേഷം നിങ്ങൾക്ക് നവംബർ ടു ഡിസംബർ ഒരു ഫുൾ മന്ത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ലെസൺസോ കാര്യങ്ങളോ നിങ്ങൾക്ക് റീവാച്ച് ചെയ്യണമെങ്കിൽ വാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതിന്റെ മോക്ക് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. അസൈൻമെന്റ്സ് എഴുതാം. നമ്മളെ ഇപ്പൊ തന്നെ നമുക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്സ് ഒക്കെ നിങ്ങൾക്ക് റിലീസ് ജാൻ ബാച്ചിനാണ്. ഓക്കെ, നിങ്ങൾക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് റിലീസ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം എഗെയിൻ നെക്സ്റ്റ് ജാനുവരി 2025 ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത 3 പേപ്പറിന്റെ ടൈം ടേബിൾ ഇതുപോലത്തെ ഒരു സെയിം പാറ്റേണിൽ എന്ത് ചെയ്യും, അത് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ടൈം ടേബിളും അതിന്റെ കാര്യങ്ങളും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തരുന്ന ഒരു ടൈം ടേബിളാണ്. നിങ്ങൾക്ക് ഒരു ലെസണേ കാണാനുള്ളൂ. അപ്പൊ ആ ലെസൺ നിർബന്ധമായിട്ടും നിങ്ങൾ എന്താണ് കണ്ട് മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ MSWന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. സെയിം പാറ്റേൺ ആട്ടോ. നമ്മൾ ഇതുപോലത്തെ ഫാത്തിമ മാം കാണാം, MSW ചേഞ്ച് ആയിട്ടുണ്ടല്ലോ അല്ലേ? കാണാം. ഓക്കെ, MSWനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ പാറ്റേൺ ആണ് നമുക്ക് വരുന്നത്. ഓരോ ദിവസം എന്ത് ലെസൺ ആണ് കാണുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ സബ്ജക്ട് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അവർക്ക് 6 സബ്ജക്ട് ആണ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 സബ്ജക്ട് ആണ്. സോ അതും ഇതുപോലെ ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനത്തെ സബ്ജക്ട് നമ്മൾ സെപ്റ്റംബർ 6 ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത സബ്ജക്ട് നമ്മൾ സെപ്റ്റംബർ 9 ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഒരു മോഡലിന് നമ്മൾ എന്താണ് ഇവിടെയും മുന്നോട്ട് പോകും. നിങ്ങൾക്കും ഇതുപോലെ ലൈവ് സെഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഈ ലൈവ് സെഷൻസിനൊക്കെ വരുമ്പോൾ ഇപ്പൊ UG ലേണേഴ്സ് ആണെങ്കിലും ഞാൻ വീണ്ടും ഇത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമ്മൾ അതിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരിക. തിങ്സ് എന്താണ്, സബ്ജക്റ്റിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. അല്ലെങ്കിൽ UG ലേണേഴ്സ് ആണ് ഇങ്ങനെ, PG ഇങ്ങനെ, അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും സെയിം പോലെയാണ് നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ സബ്ജക്റ്റിൽ വരുന്ന ചേഞ്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോ നിങ്ങൾ UG ആണെങ്കിലും PG ആണെങ്കിലും നിങ്ങൾ എന്താണ് ഒരു ബ്ലോക്കിന്റെ ലൈവ് സെഷൻസ് വരുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ആ ബ്ലോക്കിലെ കോണ്ടന്റ് ഫുൾ ആയിട്ട് കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒരിക്കലും ലൈവ് സെഷൻസ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും SLMന്റെ വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷൻ അല്ല, അതിന്റെ ഒരു സമ്മറി പറയുക, അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓഗസ്റ്റ് 5 മുതൽ നിങ്ങളുടെ ഫുള്ളി ഓരോ ദിവസം എന്താ കാണേണ്ടത് കൃത്യമായിട്ട് പറയട്ടെ. ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് മിസ്സായി പോവുകയാണെങ്കിൽ നിങ്ങൾ പിറ്റത്തെ ദിവസം കൂടി അതും കൂടി കോപ്പ് അപ്പ് ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് നിങ്ങൾ എല്ലാവരും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് നിങ്ങൾ ഒരു മെസ്സേജിന്റെ ദൂരത്ത് നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മെന്റേഴ്സ് മാത്രമല്ല, ഹോൾ ലേൺ ബൈ ടീം തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഡൗട്ട് ക്ലിയറൻസിന് ഫാത്തിമ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തത് ഇനി അതല്ല. ഇപ്പോൾ നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കും, സോഷ്യൽ വർക്ക് എല്ലാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാത്തിമയോട് ചോദിച്ചാൽ നമ്മൾ ഫാക്കൽറ്റി റിലേറ്റഡ് ആയിട്ട് ഇത് ക്ലിയർ ചെയ്ത് തരും. സോ എല്ലാ ഹെൽപ്പും നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഈ ഒരു ജേർണി ഒരു ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആവട്ടെ, ഫ്രൂട്ട്ഫുൾ ആവട്ടെ. നിങ്ങൾ കംപ്ലീറ്റ് ഫ്ലൈയിങ് കളേഴ്സിൽ പാസ്സാവാൻ, ഫ്ലൈയിങ് കളേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഇന്നോ നാളെ ആയിട്ട് നിങ്ങളെ മെന്റർ നിങ്ങൾക്ക് അയച്ചു തരും. അത് വെച്ചിട്ട് മൺഡേ മുതൽക്ക് നിങ്ങൾ ആപ്പിൽ പോയിട്ട് ഈ കോഴ്സ് നോക്കി അത് കൃത്യമായി കാണാം. നിങ്ങൾക്ക് ആപ്പിൽ ബാക്കി കോഴ്സ് വേണമെങ്കിൽ കാണാട്ടോ, വിരോധമില്ല. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാണുന്ന സമയത്ത് ലൈവ് സെഷൻസ് ഈ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും
ഇപ്പൊ നിങ്ങളൊരു UG ലാണോ, നിങ്ങൾ പോയിട്ട് എൻവയോൺമെന്റൽ സ്റ്റഡീസ് കണ്ടു വിചാരിക്കുക. അപ്പൊ അതിന്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അടുത്ത സ്ലോട്ടിലാണ് വരിക. അപ്പൊ അതുകൊണ്ട് എന്താണ്, അങ്ങനെ കാണാതെ നമ്മൾ ടൈം ടേബിൾ ഫോളോ ചെയ്ത് തന്നെ പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അശോക് സർ. സോ എനിക്ക് തോന്നുന്നു ലേണേഴ്സ് ജോയിൻ ചെയ്തപ്പോൾ തൊട്ടുള്ള ഡൗട്ട്സ് ആയിരുന്നു, എങ്ങനെയാണ് മാം ക്ലാസ്സസ് കാണണ്ടേ, അല്ലെങ്കിൽ എപ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഡൗട്ട്സ് ആയിരുന്നു. സോ എല്ലാവർക്കും അതൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി എല്ലാവർക്കും തന്നെ ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരും. ഓക്കെ, സോ താങ്ക് യു അശോക് സർ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവിൽ നിന്നുള്ള ആദില മാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആദില മാമിനെ വെൽക്കം ചെയ്യാണ്. ആദില മാം, ഓവർ ടു യു. ഓക്കെ, സോ നിങ്ങൾ ഈ 9 സെഷൻസ് അറ്റൻഡ് ചെയ്തവരുണ്ടല്ലേ. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നുണ്ടാവില്ല. ചിലപ്പോൾ യൂട്യൂബിലെ ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഫോളോ ചെയ്ത് കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത്രയും സെഷൻസ് അറ്റൻഡ് ചെയ്തതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ഒരാളൊന്ന് ഷെയർ ചെയ്യുമോ? ഓക്കെ, അപ്പോൾ ഞാൻ ആദില, ഞാൻ സ്റ്റുഡൻറ് സക്സസ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജേർണി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, സ്വിച്ച് ഓൺ ചെയ്യാണ്. പുതിയൊരു ചാപ്റ്റർ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ത്രൂ ഔട്ട് ഈ ജേർണിയിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മളുടെ എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മെന്റേഴ്സിനെ മാത്രമല്ല, നമ്മുടെ ലൈവ് സെഷൻസ് മാത്രമല്ല, നമ്മുടെ EAP സെഷൻസും ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസും എല്ലാ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾ അവൈലബിൾ ആയിരിക്കാം. ഇതെല്ലാം ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഓറിയന്റേഷൻ സെഷൻസ് കഴിഞ്ഞതാണല്ലോ. ഇതെല്ലാം അൺഫെമിലിയർ അല്ല ഈ വേർഡ്സ് ഒന്നും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നമ്മൾ തരുന്ന എല്ലാ സർവീസസും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഈ ജേർണി നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് എവരിവൺ. താങ്ക് യു. താങ്ക് യു ആദില മാം. ഓക്കെ, സോ ദുർഗ മാം, നമ്മൾ നേരത്തെ മ്യൂട്ട് ഓപ്ഷൻ ഓൺ ആക്കി വെച്ചുകൊണ്ടാണ് ലേണേഴ്സിന് സംസാരിക്കാൻ പറ്റാഞ്ഞ്. അപ്പൊ നമ്മളത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ് ആൻഡ് ഗുഡ് ഈവനിങ് സർ. എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ ഇതുവരെയുള്ള എല്ലാ സെഷൻസിൽ നിന്നും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു സെഷൻ എടുത്ത് പറയണമെങ്കിൽ മെന്റൽ ഹെൽത്തിനെ പറ്റി ടീച്ചേഴ്സ് സംസാരിച്ച സെഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ബേസിക് ആയിട്ട് നമുക്ക് പൊതുവെ നമ്മൾ സ്കൂൾസിലാണെങ്കിലും കോളേജസിലാണെങ്കിലും മെന്റൽ ഹെൽത്തിനെ പറ്റി പറയുന്നില്ല, സംസാരിക്കുന്നില്ല. അധികം നമുക്ക് റെസ്പോൺസസോ റിവ്യൂസോ ഒന്നും കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഒരു ബേസിക് ഐഡിയ, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു തന്നൊരു സെഷൻ ആയിരുന്നു. അപ്പൊ കേട്ടിരിക്കുന്ന നമുക്കും ഒരു ബേസിക് ആയിട്ടുള്ള നോളജും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നൊരു സെഷൻ ആണ്. അതുപോലെ ഈക്വലി എല്ലാ സെഷൻസും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഇഗ്നുവിനെ പറ്റി കൂടുതൽ അറിയാനും ഫാക്കൽറ്റീസിനെ പറ്റി കൂടുതൽ അറിയാനും അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആസ് എ കോഴ്സ് എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ പറഞ്ഞു തരുകയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ആണ് മെന്റേഴ്സിന്റെ എല്ലാവരുടെയും. അത് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് തരുകയാണ്. ഇപ്പം ഡൗട്ട്സ് ചോദിക്കാനാണെങ്കിലും എനിക്ക് ഫാത്തിമ മാമിന്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചോദിച്ച് നമുക്ക് ഡൗട്ട്സ് ഉള്ളത് ക്ലിയർ ചെയ്യാനൊക്കെ ആ ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി ഒരു UG എന്നുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനും ഹെൽപ്പ് ചെയ്യാനും ടീച്ചേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് സ്റ്റെപ്പ്. നമുക്ക് നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി പോസിബിൾ. ആൻഡ് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു ഇതുവരെ ഉള്ളതെല്ലാം. ആൻഡ് എല്ലാ സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തരുന്ന ആക്ഷൻ ടാസ്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളതായിരുന്നു. നമുക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഇപ്പം ടൈം ടേബിൾ നമുക്ക് UG സെഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ക്രിയേറ്റ് ചെയ്യേണ്ട ആക്ഷൻ ടാസ്ക് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിസ്റ്റ് നമുക്ക് ഒരു ബേസിക് ഐഡിയ തന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത ആക്ഷൻ ടാസ്ക് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ്സ് ഇരുന്ന് ചിന്തിക്കും. ആ ഒരു തോട്ട് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലത്തെ ആക്ഷൻ ടാസ്ക് തരുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതുവരെയുള്ള എല്ലാ സെഷൻസിലും ഐ എം എക്സ്ട്രീംലി ഹാപ്പി. എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആണ് ഇനിയും പഠിക്കാൻ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ടൈം ടേബിൾ വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ റിയലി ഹാർഡ് ടാസ്ക് ഫോർ മീ. ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു ഫീലാണ് തന്നിരിക്കുന്നത്. സോ താങ്ക് യു ഓൾ ദ മെന്റേഴ്സ് ആൻഡ് താങ്ക് യു സർ, ടീച്ചേഴ്സ്, എവ്രി വൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മീനാക്ഷി. സോ യെസ്, അപ്പൊ ഇനി അടുത്ത ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. മീനാക്ഷിയെ പോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാരും മുന്നോട്ട് വരണം. അവരവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാരും ഹാപ്പി ആവുന്നത്.
ഗുഡ് ഈവനിങ് ഓൺ എല്ലാവർക്കും. ചെയ്യാൻ പറ്റുമെങ്കിൽ പോസിബിൾ ആണെങ്കിൽ ഓൺ. ഓക്കെ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഹിമ. ഞാൻ ലേൺ വൈസിൽ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത വ്യക്തിയാണ് ജൂലൈ ബാച്ചിൽ. അപ്പം സ്റ്റാർട്ടിങ് മുതലേ ആണെങ്കിലും എല്ലാ സെക്ഷൻസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻസ് ആയിരുന്നു, ഓറിയന്റേഷൻസ് എല്ലാം. ആൻഡ് എല്ലാവരും വളരെയധികം എൻകറേജിങ് ആണ്, എങ്ങനെ പഠിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ ഇഗ്നോനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡിസ്റ്റന്റ് ഡിഗ്രി ഒക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഇഗ്നോനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത പറഞ്ഞു തന്നു. വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണെങ്കിലും അങ്ങനെ. പിന്നെ നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക്, പുതിയൊരു ഡിഗ്രിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാനാണെങ്കിലും എനിക്ക് കിട്ടിയ ഫാത്തിമ മാമാണ് എന്റെ മെന്റർ. അപ്പൊ മെന്റർ ആണെങ്കിലും എന്റെ എന്താ പറയാ, എന്നെ ആദ്യമായിട്ട് ലേൺ വൈസിലേക്ക് കൊണ്ടുവന്നത് സംഗീത എന്ന് പറഞ്ഞൊരു മാമാണ്. ആ മാം ആണെങ്കിലും എല്ലാവരും എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നോട് വളരെയധികം എന്റെ കാര്യങ്ങളൊക്കെ കൺസേൺ ആയിരുന്നു എല്ലാവരും. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓറിയന്റേഷൻ ഈ പറഞ്ഞ പോലെ മറ്റേ ഹാപ്പിനെസ് അംബാസിഡർ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് മെന്റലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ഒരു സെക്ഷൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇന്നത്തെ കാലത്ത് ഒരു ഈ പഠിക്കുന്ന കുട്ടികളെ അനുസരിച്ച് ഒരുപാട് മെന്റൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചില സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും ഉള്ളവർക്കൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അത് പഠിക്കുന്നവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ നമുക്ക് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് ലേൺ വൈസ് ഹോൾ ടീം വളരെ അമേസിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ എം സോ ഹാപ്പി ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാം. പിന്നെ ഇന്ന് ടൈം ടേബിൾ ലോഞ്ച് ചെയ്തപ്പോഴാണെങ്കിലും ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു തീർക്കാം. ഞാനിപ്പോ ഒരു സബ്ജക്ട് മാത്രമായിരുന്നു മാം പറഞ്ഞത് വെച്ച് അങ്ങനെയാണ് പോയിക്കൊണ്ടത്. അപ്പൊ ഇന്ന ഡേറ്റിൽ ഇന്ന സബ്ജക്ട് തീർക്കാം. ഇങ്ങനെ അസൈൻമെന്റ്സും കാര്യങ്ങളാണെങ്കിലും അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഹാപ്പി ഹിയർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു ഹിമ, താങ്ക് യു സോ മച്ച്. മാം, ഇനി നമുക്ക് ബെസ്റ്റ് പെർഫോമേഴ്സിനെ കാണിക്കാം അല്ലെ? അത് കഴിഞ്ഞ് Okay. നമുക്ക് ഇനി ഫീഡ്ബാക്ക് എടുക്കാം. അതെ. സോ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്ത അനുസരിച്ചിട്ടും എനിക്ക് ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അനുസരിച്ചിട്ടുമാണ് നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, അതായത് BFSW നിന്നും MSW നിന്നും നമുക്ക് 3 ലേണേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ആളുടെ പേര് ഇപ്പൊ ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കാൻ വരുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം ഡിഗ്രി ടൈമൊക്കെ ഞാൻ ചെയ്തത് ഒരു റെഗുലർ ക്ലാസ്സിൽ ഇങ്ങനെ പോയി അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അങ്ങനെ അറ്റൻഡ് ചെയ്തു, എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തു. അവരുടെ ഹെൽപ്പോട് കൂടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്നൊരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു എത്തുപിടിയും കിട്ടിയിരുന്നില്ല. പിന്നെയാണ് എനിക്ക് ഈ ലേൺ വൈസിന്റെ ആപ്പിന്റെ ഒരു സജഷൻ വന്നു. കൂടാതെ ഞാൻ പ്രെപ്പ് വൈസിന്റെ ആപ്പ് ഒക്കെ നോക്കാറുണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ക്യുവറ്റിന്റെ എക്സാമിനും കാര്യത്തിനൊക്കെ വേണ്ടി ഞാൻ പ്രിപ്പറേഷൻ ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പം എനിക്ക് വിചാരിച്ച പോലെ അത് ക്രാക്ക് ചെയ്യാനും പറ്റിയില്ല. അപ്പം നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് എന്റെ ഫ്രണ്ട് ഇഗ്നോയില് കോഴ്സ് ചെയ്തായിരുന്നു. പക്ഷെ അത് MSW അല്ല, ഇംഗ്ലീഷ് ആയിരുന്നു. MA ഇംഗ്ലീഷ് ആണ് അവൾ ചെയ്തത്. അപ്പൊ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. പിന്നെ കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോഴാണ് ലേൺ വൈസിന്റെ ആപ്പും കൂടെ എനിക്ക് സജഷൻ ആയിട്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതും ഇതിൽ ജോയിൻ ആവുന്നതും. അപ്പൊ ഈ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ഫാത്തിമ മാം മെന്ററാണ്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഷൻ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡർ ആണ്. കാരണം ഞാനും മെന്റലി കുറെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും കുറെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ഫീലിങ്ങും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ കിട്ടിയത് ഈ ഒരു ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. അപ്പോ ഈ ലേൺ വൈസിന്റെ ടീമിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്നേഹ. സോ നമുക്ക് നെക്സ്റ്റ് ആരാ നോക്കാം. ഓക്കെ മാം, വീഡിയോ ഓൺ ആക്കുമ്പോഴേ നെറ്റിന്റെ ഇഷ്യൂ വരെ റേഞ്ച് കിട്ടുന്നില്ല. ഓക്കെ. ഓക്കെ മാം.
എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം ഇഗ്നോയിൽ തന്നെ MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തിരുന്നു. ഇപ്പോഴല്ല, ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത്. പക്ഷെ ഞാൻ അന്ന് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയണത്, എനിക്ക് എന്താ പറയാ എങ്ങനെയാണ് ഒരു ഗൈഡൻസ് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് പകുതി വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഈ അടുത്ത് ഉപ്പച്ചി ചോദിക്കുകയാണ്, എന്റെ ഫാദർ എന്നോട് ചോദിക്കുകയാണ്, ഒന്നും കൂടെ നിനക്ക് ട്രൈ ചെയ്തൂടെ, നിനക്ക് ഒരു PG കയ്യിലുണ്ടെങ്കിൽ നല്ലതല്ലേ ഇതിങ്ങനെ ചോദിക്കുകയാണ്. അന്ന് വന്ന് ഞാനിങ്ങനെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ജസ്റ്റ് ഇൻസ്റ്റ എടുത്തപ്പോ ഇങ്ങനെ ലേൺ വൈസിന്റെ ഈ എന്താ പറയാ ആഡ് കണ്ടു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇതില് മെസ്സേജ് അയക്കണേ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പൊ പറയാണെന്നുണ്ടെങ്കിൽ എന്റെ മെന്ററിനെ കുറിച്ചിട്ട് ഫാത്തിമ മാം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു കോളേജിൽ പോയിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പോലും കിട്ടാത്തൊരു സപ്പോർട്ടാണ് ഇപ്പൊ ഫാത്തിമ മാമിന്റെ കിട്ടണേ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എപ്പോ മെസ്സേജ് അയച്ചാലും മാം റിപ്ലൈ തന്നിരിക്കും. അതിപ്പോ ഏത് ടൈമാണോ അല്ലെങ്കിൽ എങ്ങനത്തെ സാഹചര്യമാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളെ അഫ്സാന പറയുന്നത് കേൾക്കുന്നില്ല അല്ലെ? നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ വന്നു തോന്നുന്നുണ്ട്. സന്തോഷമുണ്ട്. അതെ കുഴപ്പമില്ല. താങ്ക് യു അഫ്സാന, ഓക്കെ താങ്ക് യു മാം. സോ മച്ച്. ഇനി നമുക്ക് BSW നോക്കാം കേട്ടോ, ബെസ്റ്റ് പെർഫോമൻസ് ആരാന്നുള്ളത്. ഓക്കെ, സോ ഹിമയാണ്. ഹിമ കൺഗ്രാറ്റുലേഷൻസ്. ഹിമ ഓൾറെഡി സംസാരിച്ചല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ ഹിമ? താങ്ക് യു. അയ്യോ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഓ, അത് ഹിമ എല്ലാ ദിവസവും പ്രോപ്പർ ആയിട്ട് ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരുന്ന ആളല്ലേ? അത് ഓക്കെ ഫൈൻ. പക്ഷെ ഞാന് എക്സ്പെക്ടേ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. എനിക്ക് ഞാൻ പറഞ്ഞ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് ആവുന്നതെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു. ഇത്ര ചെയ്തിട്ട് എനിക്കൊന്നും ഇത് സർട്ടിഫിക്കേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ജസ്റ്റ് പാസ്ഔട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രേഡ് മാർക്ക് കിട്ടുക, അതിൽ കൂടെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ബെസ്റ്റ് പെർഫോമർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് തന്നെ. എനിക്ക് 5-6 ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. അസസ്മെന്റ് ഇടയ്ക്ക് മാഡത്തിന് അയച്ചു കൊടുക്കും, ഫാത്തിമ മാഡത്തിന് അയച്ചു കൊടുക്കും. ഞാൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ഉള്ള ടൈമിൽ ഞാൻ ചെയ്ത് റെഡിയാക്കി എടുത്തെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുക. അല്ലാതെ ഞാൻ എക്സ്ട്രാ ചെയ്തെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ തോന്നുന്നു ഉള്ള എഫോർട്ടും കിട്ടാൻ പറ്റിയിട്ട് ഞാൻ പലപ്പോഴും മാഡത്തിന് പറഞ്ഞിട്ടുണ്ട്. കാരണം ചെയ്തത് കറക്റ്റ് ആണോ ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊണ്ട് ആവുന്ന എഫോർട്ട് ഇട്ട് ചെയ്തിട്ട് താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. എനിക്ക് ടൈംസ് നല്ലോണം സപ്പോർട്ട് ചെയ്തത്. കാരണം ഞാൻ ഈ കോഴ്സ് എടുത്തപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും ഇല്ലെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും ഫാത്തിമയുടെ പലപ്പോഴും ഉണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇടയ്ക്ക് ഡ്രോപ്പ് ഇടിരുന്ന് ആ രീതിയിൽ ഞാൻ സംസാരിച്ച് ഇത് ചെയ്തതാണ്. പക്ഷെ ഒരു ബാക്ക് സപ്പോർട്ട് എവിടെയുണ്ട്, നല്ലോണം ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ടീം നല്ലോണം സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു പോൾ. പോൾ എന്ന് പറയുമ്പോൾ പോള് വർക്കിംഗ് ആണ്. അപ്പോൾ അതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഓറിയന്റേഷന് സമയമൊക്കെ കണ്ടുപിടിച്ച് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടാസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ലേറ്റ് ആയിട്ടാണ് അയക്കുന്നത് പോലും നമുക്ക് അത് കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോന്നും പേപ്പറിൽ എഴുതി ആണ് അയക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് പോൾ. നമുക്ക് ഇനി ആരാ സ്പെഷ്യൽ നോക്കാം? കൺഗ്രാറ്റുലേഷൻ ഉണ്ട്. അപ്പൊ അതെ, അടുത്ത് നമുക്ക് ഒരാളൂടെ ഉണ്ട്. ഓക്കെ, അശ്വിൻ ആണ് അടുത്ത ആള്. സോ നമ്മുടെ മൂന്നാമത്തെ ആൾ അശ്വിൻ ഉണ്ടോ? താങ്ക് യു. ഓക്കെ, സോ അശ്വിനി പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഇടയിലാണ് നമുക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ നീറ്റായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ 6 പേരെ നമ്മൾ അനൗൺസ് ചെയ്തല്ലേ? സോ ഇനി അതെ. നമുക്ക് നെക്സ്റ്റ് എന്താ ഫീഡ്ബാക്ക് എടുക്കണോ അതോ റാപ്പ് വീഡിയോ കാണണോ? ഇവരുടെ കുറച്ച് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് പേര് ഫീഡ്ബാക്ക് പറഞ്ഞാലോ? അതെ, ഇത്രയും പേര് ഇപ്പൊ പറഞ്ഞില്ലേ. ഇനി ആരാ നെക്സ്റ്റ് വരുന്നത്? എല്ലാം നല്ല ഇതായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് MSW കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റി അത് പറഞ്ഞതായിരുന്നു. സാറെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സംശയങ്ങൾ ഉള്ളതെല്ലാം ഏത് ഇതിൽ നോക്കണം, ഇപ്പൊ ജോലിക്ക് നോക്കുകയാണെങ്കിൽ ഏത് സൈറ്റിൽ കയറി നോക്കണം, എങ്ങനെയാണ് അതൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി നോക്കിയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ എല്ലാ ക്ലാസ്സും നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഭയങ്കര ഈസി ആയിട്ടായിരുന്നു എല്ലാവരും പറഞ്ഞു തന്നിരുന്നത്. പിന്നെ എനിക്ക് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ എനിക്ക് 2 പിള്ളേരും പിന്നെ കുറെ വീട്ടില് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ക്ലാസ്സും എനിക്ക് ലൈവായിട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വീഡിയോസ് കാണുകയാണ് ചെയ്തത്.
പിന്നെ ഫാത്തിമ മാം ആണെങ്കിലും എപ്പോഴും നമ്മൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കും, ഇന്ന് ഇതുണ്ട്, എപ്പോഴും വിളിച്ച് എല്ലാ കാര്യവും അപ്പപ്പോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് താങ്ക് യു വെരി മച്ച്. എനിക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് എന്താണ് മറ്റുള്ളവരെ പോലെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ വേറെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് പിള്ളേരുടെ കാര്യം എല്ലാം നോക്കുക എന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇന്ന് തന്നെ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. അപ്പോ മാമിന് പ്രത്യേക താങ്ക്സ് എല്ലാത്തിനും എന്റെ കൂടെ നിന്നതിന്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സെറിൻ. ഇനി നമുക്ക് റാപ്പപ്പ് വീഡിയോ കാണിച്ചാലോ മാം? ഓക്കെ, ഓക്കെ, നോക്കാം സോ നമുക്ക് നിങ്ങളുടെ ഇവരുടെ ഒരു ഇത്രയും ജേർണി. നാളത്തെ അതെ ഇവരുടെ ഇത്രയും ഒരു ഫ്യൂ മിനിറ്റ്സിൽ നമുക്കൊന്ന് കാണാം. ഓക്കെ. Welcome to a visual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പം നിങ്ങൾ ഗോ ത്രൂ ചെയ്ത പല പല മൊമെന്റ്സും നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റി ഞാൻ വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ഫീഡ്ബാക്ക് എടുക്കണോ അതോ ഒന്ന് ഇവരെല്ലാരും പറഞ്ഞതുപോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറഞ്ഞത് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, അതേപോലെ തന്നെ എങ്ങനെ കോഴ്സിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു പേടി മീൻസ് MSW ഭയങ്കര ഇഷ്ടത്തോടെ എടുത്താണ്. എന്തായിരിക്കും അതിന് പഠിക്കാനുണ്ടാവുക എന്നതിനെ കുറിച്ച് എനിക്കൊരു ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ ആ സെഷനൊക്കെ ഏതൊക്കെയാണ്, ഓരോ ബ്ലോക്കിൽ എന്തൊക്കെയാ വരുന്നത് എന്നൊക്കെ വന്നപ്പോ ഞാന് സോഷ്യോളജി എടുത്ത ആളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയി, എന്നെ കൊണ്ട് പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞതുണ്ടായിരുന്നല്ലോ, അതും ഭയങ്കര ഹെൽപ്ഫുൾ ആയി. നമുക്ക് നോർമലി ഞാൻ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ. പക്ഷെ അതൊക്കെ
കുറച്ച് കാര്യങ്ങൾ പറയും. പിന്നെ ബാക്കിയൊക്കെ എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ എന്തൊക്കെയോ പറയും. ഓപ്പർച്യൂണിറ്റീസ് കുറെ ഉണ്ടെന്നൊക്കെ പറയുന്നല്ലാണ്ട് നമ്മൾ എവിടെ പോയിട്ടാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ളത് ഒക്കെ കിട്ടി. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു. പിന്നെ മാമിനോട് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്തും മാം അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ക്ലാസ് കാണുന്നുണ്ടോ എന്നൊക്കെ. അപ്പോ താങ്ക് യു എല്ലാവരോടും, ലേൺ വൈസിനോടും എല്ലാവരോടും താങ്ക് യു. താങ്ക്സ് അലോട്ട്. ഇനിയിപ്പോ ആരും ഇല്ലാന്ന് തോന്നുന്നു പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഈ സെഷൻ കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് ഫോം അയച്ചു തരും. നിങ്ങൾ ഇത് എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യണം. എന്നിട്ട് എന്നോട് പറയണം ഫില്ല് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഞാൻ ഓരോരുത്തർക്കും പേഴ്സണലി അയച്ചു തരുന്നുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ഇത് ഫില്ല് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അസസ്മെന്റ് ഫോം ആണ്. നിങ്ങൾ ഇത്രയും ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫോമാണ്. ആൻഡ് ആ ഒരു അസസ്മെന്റിലൂടെ അതിലെ മാർക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു എക്സലൻസ് അവാർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അസസ്മെന്റ് ഫോം ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ അത് ചെയ്യുക. അതിൽ നിന്ന് നമ്മളൊരു എക്സലൻസ് അവാർഡ് നമ്മൾ പിക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ അയച്ചു തരും നിങ്ങൾക്ക് ഫോം. ആദ്യം ഫീഡ്ബാക്ക് ഫോം ആയിരിക്കും അയച്ചു തരുന്നത്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് ഓൺ സെഷൻ വളരെ പ്രയോജനമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാവർക്കും പല ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എങ്ങനെ ക്ലാസ് കാണേണ്ടത്, ഒരു ദിവസം എത്ര വീഡിയോസ് വെച്ച് കാണണം, എങ്ങനെയാണ് ലൈവ് സെഷൻസ് വരേണ്ടത് എന്നൊക്കെ ഒരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അശോക് സാർ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു അല്ലേ. അപ്പൊ നിങ്ങൾ ടൈം ടേബിൾ തന്നിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സബ്ജക്ട് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. എങ്കിൽ മാത്രമേ സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് ലൈവിൽ എന്തെങ്കിലും ഒക്കെ ഡൗട്ട്സ് ചോദിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ പോർഷൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ പറയുക. ഓക്കെ, സോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നിങ്ങൾ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇനി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ അത് ഫോളോ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമ്മളും തരുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു.